കടവലയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുന്നു. വിഷയത്തെ വഴിതിരിച്ചുവിടാതെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത ആവശ്യപ്പെട്ടു. വനവകുപ്പ് നടപടികൾക്കെതിരെ എരുമേലി റേഞ്ച് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. പോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച ചാക്കോയുടെ മൃതദേഹം സംസ്കരിച്ചു. കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലാണ് ചാക്കോയുടെ സംസ്കാരം നടന്നത്. കണമല സെന്റ് തോമസ് പള്ളിയിൽ നടന്ന സംസ്കാരത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സർക്കാരിനും വനം വകുപ്പിനുമെതിരെ സംസ്കാര ചടങ്ങിലും രോഷമുയർന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം വേണമെന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതിന് വേറെ കഥകൾ പറഞ്ഞ് പുതിയ നരേറ്റീവ്സ് കൂട്ടിച്ചേർക്കരുത്. അത് പോത്തിന് നേരത്തെ വെടിയേറ്റുന്നു, അതുകൊണ്ടാണ് വെള്ളം പിടിച്ച് വേറെ നരേറ്റീവ് ഉണ്ടാക്കി കഥയുണ്ടാക്കി വിഷയങ്ങളെ മാറ്റരുത്. പോത്തിനെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമേലി റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാട്ടുപോത്തിനല്ല, വനം മന്ത്രിക്ക് മയക്കുപടി വെക്കണം. അദ്ദേഹം പറയുന്നത് എന്താ, അദ്ദേഹത്തിന് അതിന് മനസ്സിലാകത്തില്ല. എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ജനകീയ മന്ത്രി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അതിനിടെ കാട്ടുപോത്തിന് നായാട്ടുകാരുടെ വെടിയേറ്റോ എന്ന് പരിശോധിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പോത്തിനായി പ്രത്യേക സംഘം തെരച്ചിൽ നടത്തുകയാണ്. ന്യൂസ് 18 കോട്ടയം. 4 ദിവസമായി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയെ ഭീതിയിലാഴ്ത്തി കാട്ടുപോത്ത് കാട് കയറി. കൊട്ടാരക്കര പുനലൂർ താലൂക്കിലെ ജനങ്ങളാണ് കാട്ടുപോത്ത് ഭീതിയിൽ കഴിഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഇടമുളയ്ക്കൽ സ്വദേശി സാമുവൽ വർഗീസ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രദേശം ആകെ ഭീതിയിലാണ്ടിരുന്നു. കൊമ്പ് ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ മുതുവെല്ലാം കൂടെ ഒരു ഇത്രയുണ്ട്, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. ഭീകര ജീവി കണ്ട് ഒരാനേരത്രയുണ്ട്, പേടിച്ചു പോയി സാറേ. ഈ വീട്ടമ്മയുടെ വാക്കുകളിലുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച ഭയമത്രയും. ഇടമുളയ്ക്കൽ, ചടയമംഗലം, കടയ്ക്കൽ, ഇട്ടിവ, അലയമൺ എന്നീ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് കഴിഞ്ഞ 4 ദിവസമായി വീട്ടിനുള്ളിൽ അടച്ചിരിക്കേണ്ടി വന്നത്. കുറവന്തേരി മേഖലയിൽ നിന്ന് ഇന്ന് പുലർച്ചെയോടെ കാട്ടുപോത്ത് ഉൾവനത്തിലേക്ക് കടന്നുവെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. കൂട്ടം തെറ്റി വന്നതായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാട്ടിലിറങ്ങിയപ്പോൾ പൊതുജനങ്ങളുടെ ഒരു ഇടപെടലുകൊണ്ട് ഇതിനൊരു പേടിയൊക്കെ സംഭവിച്ച് ഇതായി പോയതാണ്. ഇപ്പോൾ എന്തായാലും സുരക്ഷിതമായിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. മറ്റ് കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് വളരെ ഭാഗ്യമായിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ വനംവകുപ്പും നാട്ടുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും കാട്ടുപോത്തിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. മയക്കുപിടി വയ്ക്കാനുള്ള സംഘവും ദിവസങ്ങളോളം പ്രദേശത്ത് ക്യാമ്പ് ചെയ്തു. പോത്ത് തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ടായത്. ശക്തമായ മഴയും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഞങ്ങൾ നേരം വെളുത്ത് 3 മണി മുതൽ ഈ പോത്തിന്റെ പറക്ക് നടക്കുകയാണ്. ഒരു 7-10 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്താ വന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടിയും തള്ളയെല്ലാം കൂടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുക, കൊച്ചു കുട്ടികളെ. അവരെ അടുത്തുകൂടിയാണ് ഓടിക്കൊണ്ട് വന്നത്. മയക്കുവെടി വയ്ക്കാനായില്ലെങ്കിലും തിരികെ ഉൾവനത്തിലേക്ക് തന്നെ കാട്ടുപോത്ത് കടന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. 2 കാട്ടുപോത്തുകളായിരുന്നു പ്രദേശത്തെ മുൾമുനയിൽ നിർത്തിയത്. അതിലൊരെണ്ണം കുഴഞ്ഞു വീണ് ചത്തു. ഈ പോത്തിന്റെ ആക്രമണത്തിലാണ് കൊടിഞ്ഞിൽ സ്വദേശി സാമുവൽ വർഗീസ് കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 കൊല്ലം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലെ 2023 സ്പ്രിംഗ് ടേം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഈ മാസം 27-ന്. 208 പേരാണ് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമാകുന്നത്. 7 കോഴ്സുകളിലായാണ് 208 പേർ പരിശീലനം പൂർത്തിയാക്കിയത്. ശ്രീലങ്ക, ബംഗ്ലാദേശ്, വിയറ്റ്നാം, മഡഗാസ്കർ, മൗറീഷ്യസ്, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 8 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിലുണ്ട്. 104ാമത് ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സ് 33, 34, 35, 37 ബാച്ച് നേവൽ ഓറിയന്റേഷൻ കോഴ്സ് എന്നിവയിൽ പരിശീലനം പൂർത്തിയാക്കിയവരാണ് പാസിംഗ് ഔട്ടിൽ പങ്കെടുക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ഔട്ട്ഡോർ ട്രെയിനിംഗ് ഡെമോൺസ്ട്രേഷൻ 25-നും ബിരുദദാന ചടങ്ങ് 26-നും നടക്കും. പാസിംഗ് ഔട്ടിൽ ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ MA ഹംബി ഹോളി, നാവിക അക്കാദമി കമാൻഡ് വൈസ് അഡ്മിറൽ പുനീത് കെ ഭാൽ തുടങ്ങിയവർ പങ്കെടുക്കും. IIT മദ്രാസ് ഡയറക്ടർ പ്രൊഫസർ VK കാമക്കോടി ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നാവിക അക്കാദമി ട്രെയിനിംഗ് പ്രിൻസിപ്പൽ ഡയറക്ടർ കമഡോർ അമിതാഭ് മുഖർജി, അക്കാദമി എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രശാന്ത് നായർ, ഡിഫൻസ് PRO അതുൽ പിള്ള എന്നിവർ അറിയിച്ചു. ന്യൂസ് 18 ഏഴിമല. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നാളെ മുതൽ വാഹന പ്രചാരണ ജാഥ നടത്തും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്യും. ശാശ്വതമായ പരിഹാരത്തിന് സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. 2 മാസം കൊണ്ട് പിഴയായി ഈടാക്കിയത് 1 കോടിയോളം രൂപയാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം പാഴ്വാക്കായെന്നും കിടപ്പ് രോഗികളുടെ അടക്കം
ഡയപ്പറുകൾക്ക് കിലോയ്ക്ക് 50 രൂപ വരെ നൽകണമെന്നും ആശ്രയ കേന്ദ്രങ്ങൾ പോലും അടച്ചുപൂട്ടി പോകേണ്ട ഗതിയാണെന്നും മുഹമ്മദ് ഷിയാസ് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. അരിക്കൊമ്പൻ വീണ്ടും കേരളത്തിൽ. നേരത്തെ ഇറക്കിവിട്ട സ്ഥലത്തിന് സമീപമാണ് അരിക്കൊമ്പൻ എത്തിയത്. കഴിഞ്ഞ 3 ദിവസമായി അരിക്കൊമ്പൻ മുല്ലക്കുടിയിലാണെന്ന് തേക്കടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ പറഞ്ഞു. അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ അക്രമം നടത്തിയെന്ന വാർത്തകൾ തെറ്റെന്നും ആന സുരക്ഷിതനെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. അരിക്കൊമ്പൻ എവിടെയെന്ന ചോദ്യം കുറെ കാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മേഘമല എത്തി അവിടെ ചില അക്രമങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ അരിക്കൊമ്പനെ ചുമതലയുള്ള പെരിയാർ ടൈഗർ റിസർവിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വീണ്ടും അത് കേരളത്തിലെത്തി എന്നുള്ള വിവരങ്ങളുണ്ട് അല്ലേ? യെസ്, അത് കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ ആവശ്യമുള്ള അനുകൂലമായ സ്ഥലത്ത് ഇപ്പം നിലവിൽ അരിക്കൊമ്പനുണ്ട്. അതായത് ആദ്യം നമ്മൾ ഇറക്കി വിട്ടതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. യെസ്, അതെ, അടുത്താണ്. അതെ, എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ, എക്സ്പെക്റ്റഡ് പോയിന്റിലാണ് ഇപ്പോൾ. ഒരുപാട് അവിടെ പുല്ലുമുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് ആനകളുണ്ട് അവിടെ. അത് ആനകൾക്ക് ഒരു അനുകൂലമായ സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട് നമ്മുടെ. അത് എത്ര ദിവസമായി സാർ? പെട്ടെന്ന് ഒരു ദിവസം വന്നതേ ഉള്ളൂ, അതോ അവിടെ തന്നെ തുടരുന്നു? അത് പതുക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഈ നിലവിൽ അത് ഒരു സ്ഥലം പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ആന അവിടെ ഈ ഏരിയയിൽ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്ഥലത്തിലാണ്. പക്ഷേ അത് മാത്രമല്ല, നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് അവിടെ പോയി, ചില സമയത്ത് ഇവിടെ പോയി. കാരണം മൊത്തം സെയിം ഏരിയ ആണ്. ഒരു അതിർത്തി മാത്രം ഇവിടെ ഉണ്ട്. പക്ഷേ ശരിക്കും അത് മൊത്തം സെയിം ഏരിയ ആണ്. അതുകൊണ്ടാണ് ഈ പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ പരിചയം ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് തന്നെ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? അതെ. യെസ്. ഈ അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായ അറ്റാക്ക് അങ്ങനെയല്ല, ശരിയല്ല. കാരണം അറ്റാക്ക് ഒന്നുമില്ല. ചില സമയത്ത് ഈ പോകുമ്പോൾ ചില സമയത്ത് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്. പക്ഷേ അത് മനഃപൂർവ്വം അറ്റാക്ക് ഒന്നുമില്ല, ചാർജിങ് ഒന്നുമില്ല. അല്ല, അത് വളരെ കാം ക്വൈറ്റാണ്. അരിക്കൊമ്പൻ കേരളത്തിൻ്റെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് അരിക്കൊമ്പൻ ആരാധകർക്ക് അത്തരത്തിൽ ആശ്വാസകരമായെന്ന് തന്നെയാണ്. അരിക്കൊമ്പൻ കേരളത്തിൽ തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ, വിട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ധനേഷ് കെപിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 തേക്കടി. അതിരപ്പള്ളി പ്ലാന്റേഷൻ തോട്ടത്തിൽ ഏറ്റുമുട്ടി കൊമ്പന്മാർ. വെറ്റിലപ്പാറ ഭാഗത്ത് എണ്ണപ്പന തോട്ടത്തിലാണ് കാട്ടാനകൾ കൊമ്പുകോർത്തത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ റോഡിൽ നിന്ന് കുറച്ച് അകലെയാണ് സംഭവം. നിരവധി സഞ്ചാരികൾ ഈ ദൃശ്യങ്ങൾ കാണാൻ കൂടി നിന്നു. 6 മണിയോടെ ശാന്തരായ ആനകൾ ഒന്നിച്ച് ഒരു എണ്ണപ്പന മറിച്ചിട്ടു. അത് തിന്ന ശേഷം കൊമ്പന്മാർ ഒന്നിച്ച് കാട് കയറി. ഫോട്ടോഗ്രാഫർ അനീഷ് നാരായണനാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. കോഴിക്കോട് ദമ്പതികളെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ പരാതിക്കാരൻ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിലെ തൊഴിലാളി മുഹമ്മദ് അജ്മലാണ് പ്രതി. നടപടിയെടുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാലതാമസമുണ്ടായെന്ന് പരാതിക്കാരനായ അശ്വിൻ ആവർത്തിച്ചു. വയനാട്ടിലെ ഗോത്ര വിദ്യാർത്ഥികളുടെ +1 പ്രവേശനം സംബന്ധിച്ച് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധം. മന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ആദിവാസി മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധിച്ചു. മന്ത്രി ഗോത്രവിഭാഗങ്ങളെയും വയനാടിനെയും അപമാനിച്ചതായി ബത്തേരി MLA IC ബാലകൃഷ്ണൻ ആരോപിച്ചു. 10ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിനിടെ ഗോത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച മന്ത്രിയുടെ പരാമർശമാണ് വിവാദമായത്. വയനാട് ട്രൈബൽ ഏരിയ, സയൻസ് ബാച്ചിൽ കുട്ടികൾ സയൻസ് ബാച്ച് വേണ്ട, കുട്ടികൾക്ക് അവിടെ ആർട്സ് ബാച്ചാണ് ആവശ്യം. അത് നമുക്ക് പരിഗണിക്കാമല്ലോ, അത് പരിശോധിക്കാമല്ലോ. അത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി. +1 പ്രവേശനങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കുന്ന വി കാർത്തികേയൻ നായർ കമ്മിറ്റിയെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു പ്രതികരണം. പരാമർശത്തിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. മന്ത്രിയുടെ പ്രസ്താവന എന്തായാലും ഖേദകരമാണ്. മന്ത്രി
ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു അപകടം. യഥാർത്ഥത്തില് വയനാട്ടില് ആദിവാസി വിഭാഗങ്ങൾക്കും പൊതുവിഭാഗങ്ങൾക്കും മതിയായ സീറ്റില്ല എന്നുള്ളത് എത്രയോ വർഷമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമാണ്. അതിന് പരിഹാരം കാണണം അടിയന്തരമായി. പ്രസ്താവന മന്ത്രി തിരുത്തണമെന്ന് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. വയനാട് ജില്ല എന്ന് പറയുമ്പോൾ ഒരു പിന്നോക്ക ജില്ലയായിട്ട് എന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണുന്നത് ശരിയല്ല. അദ്ദേഹം അങ്ങനെ പറയേണ്ട ഒരാളല്ല. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഇനി സ്വയം പറഞ്ഞതാണോ ആരെങ്കിലും പറയിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കപ്പെടും. കാരണം അദ്ദേഹം തിരുത്തണം. അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഗോത്ര സമൂഹങ്ങളുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും അർഹമായ വിദ്യാഭ്യാസ സംവരണ അവകാശങ്ങൾ നിഷേധിക്കുന്ന നിലപാട് ആദിവാസി വിരുദ്ധമായ കാഴ്ചപ്പാടാണെന്നും വിദ്യാഭ്യാസ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 വയനാട്. ഇടവേള. കൊച്ചിയിൽ ആഘോഷമായി ജൂതവിവാഹം. മട്ടാഞ്ചേരി സ്വദേശി റേച്ചലും US പൗരനായ റിച്ചാർഡ് സാക്കറിയവുമാണ് ജൂതാചാരപ്രകാരം വിവാഹിതരായത്. ചടങ്ങിന് കാർമ്മികത്വം വഹിക്കാനുള്ള റബായിയെ ഇസ്രായേലിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചാണ് ചടങ്ങ് നടത്തിയത്. സ്വർണ്ണക്കാസയിൽ സൂക്ഷിച്ച മോതിരം പരസ്പരം അണിയിച്ച് റേച്ചലും റിച്ചാർഡും ഒന്നായി. കൊച്ചി കായലിന് സമീപം തയ്യാറാക്കിയ ചൂപ്പയിൽ പൂർണ്ണമായും ജൂത മതാചാര പ്രകാരമായിരുന്നു ചടങ്ങുകൾ. ഇസ്രായേൽ ഭാഷയിലുള്ള കെത്തൂബ എന്ന വിവാഹ ഉടമ്പടി റബ്ബായി ഇരുവരെയും വായിച്ചു കേൾപ്പിച്ചു. ജീവിതാവസാനം വരെ പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കാമെന്ന് റബ്ബായി മുമ്പാകെ ഇരുവരും സത്യം ചെയ്തു. പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജൂത മതാചാര പ്രകാരമുള്ള വിവാഹം കൊച്ചിയിൽ നടക്കുന്നത്. കേരളത്തിൽ ജൂത പള്ളിക്ക് പുറത്ത് നടക്കുന്ന ആദ്യ വിവാഹമാണ് ഇത്. ചടങ്ങിന് നേതൃത്വം വഹിക്കാൻ പുരോഹിതൻ ഏരിയൽ സൈറനെ ഇസ്രായേലിൽ നിന്ന് എത്തിക്കുകയായിരുന്നു. There will be something short. The ceremony itself doesn't say it takes a long time, but the wedding is the whole evening. So the wedding itself, I think it's 20 minutes, half an hour, something like that, and then all the other. It's the purpose is to make the bride and the groom make them happy. So that's the thing, and so that they'll have a happy event. ക്രൈംബ്രാഞ്ച് മുൻ SP ബിനോയ് മലാഖിയുടെ മകൾ റേച്ചൽ US-ൽ ഡാറ്റാ സയന്റിസ്റ്റാണ്. US പൗരനായ റിച്ചാർഡ് നാസയിൽ സയന്റിസ്റ്റാണ്. വിരലിൽ എണ്ണാവുന്ന ജൂത കുടുംബങ്ങൾ മാത്രമാണ് മട്ടാഞ്ചേരിയിൽ ഇപ്പോഴുള്ളത്. മതപരമായ ചടങ്ങുകൾക്ക് കുറഞ്ഞത് 10 ജൂതരുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ കേരളത്തിൽ ആകെ 4 ജൂത വിവാഹങ്ങൾ മാത്രമാണ് നടന്നത്. ന്യൂസ് 18 കൊച്ചി. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി 12ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചിത്രപ്രദർശനം. തിരുവനന്തപുരം മോഡൽ സ്കൂൾ വിദ്യാർത്ഥിയായ അഭിഷേകാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. രക്ഷിതാക്കളും അധ്യാപകരും പരിചയക്കാരുമെല്ലാം അകമഴിഞ്ഞ പിന്തുണ നൽകിയതോടെ വലിയ ഉദ്യമത്തിലേക്ക് അഭിഷേക് ചുവടുവയ്ക്കുകയായിരുന്നു. ദിവസത്തെ ചിത്രപ്രദർശനത്തിൽ ചിത്രങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിച്ചത് 30,000 രൂപ. RCCയിലെ നിർധന രോഗികൾക്ക് അഭിഷേക് വരച്ച ചിത്രങ്ങളിലൂടെ ലഭിച്ച തുക നൽകും. ഒരിക്കൽ വേദനിപ്പിക്കുന്ന കാഴ്ചയ്ക്ക് സാക്ഷിയായി അന്നെടുത്തതാണ് തീരുമാനം. വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ആദ്യമായിട്ടാണ്. അതും വിൽപ്പനയ്ക്ക് ഒരു തീം ഉണ്ടായിരുന്നു. 8ൽ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ എന്തെങ്കിലും സഹായിക്കണം, ചാരിറ്റീനെ സഹായിക്കണം. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ചാരിറ്റിയിൽ ഒരിക്കൽ ഇത് ഫുഡ് കൊടുക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി കരയുന്നു. അതായത് 50 രൂപ പോലും വണ്ടി കാശ് കൊടുത്ത് വരാനില്ലാത്ത രീതിയിൽ. അപ്പോൾ അന്നത്തെ ഒരു തീമായിരുന്നു, ഇത്രയും പണം വലിച്ച് സെയിൽ ചെയ്ത് ആ ഫുൾ എമൗണ്ടും ആ സസ്യയെ സഹായിക്കണമെന്നുള്ളത്. അക്രിലിക്, ജലഛായം, എണ്ണച്ചായം തുടങ്ങിയ വിവിധ മാധ്യമങ്ങൾ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്നു. സ്കാച്ച് ബോർഡ് എച്ചിങ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അതൊരു കാർഡിൻ്റെ പുറത്തൊരു ഗോൾഡൻ കോട്ടിങ്, അതിൻ്റെ പുറത്തൊരു ബ്ലാക്ക് കോട്ടിങ്. ആ കോട്ട് ചെയ്യുന്ന അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഈ ഗോൾഡൻ പ്രൊജക്റ്റ് ചെയ്യും. പക്ഷെ ഒരു ലൈൻ ഇട്ടാൽ നമുക്കത് മാറ്റാനോ ഒന്നിനും പറ്റത്തില്ല. തെറ്റിയാൽ അപ്പോൾ തീർന്നു.
കൂടുതൽ എനിക്ക് അക്രലിക്കാണ്, കാരണം ഇവിടെ കൂടുതലും അക്രലിക്കാണ് ഞാൻ കൂടുതൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എനിക്ക് കംഫർട്ട് പെട്ടെന്ന് ചെയ്യാനും നമ്മളൊരു ആളെ കണ്ടാലും പെട്ടെന്ന് വരയ്ക്കാനും എല്ലാം എനിക്ക് അക്രലിക്കാണ് കൂടുതൽ. ആലപ്പുഴയിലെ വനിതാ കൃഷി ഓഫീസർ ജിഷാമോൾ ഉൾപ്പെട്ട കള്ളനോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ റിമാൻഡിൽ കഴിയവെ മാനസികാസ്വാസ്ഥത്തെ തുടർന്ന് ജിഷയെ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. മോഡലും സർക്കാർ ഉദ്യോഗസ്ഥയുമായി ജിഷയുടെ കേസ് നിരവധി നിഗൂഢതകൾ നിറഞ്ഞതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് എടത്വ കൃഷി ഓഫീസർ ജിഷമോൾ ഉൾപ്പെട്ട കള്ളനോട്ട് കേസ് പുറത്തുവരുന്നത്. ആലപ്പുഴയിലെ സിനി ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ ബാങ്കിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന നോട്ടുകളിൽ 500-ന്റെ 7 നോട്ടുകൾ കള്ളനോട്ടാണെന്നാണ് കണ്ടെത്തിയത്. അന്വേഷണത്തിൽ ജിഷമോൾ സാധനം വാങ്ങാൻ കൊടുത്തുവിട്ട പണമാണിതെന്ന് തെളിഞ്ഞു. തുടക്കത്തിൽ ഇക്കാര്യം സമ്മതിക്കാൻ വിസമ്മതിച്ച ജിഷമോൾ തെളിവുകൾ എതിരായതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ആലപ്പുഴയിലെ കളരിയാശാനായ അജീഷാണ് കേസിൽ പിടിക്കപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് ജിഷമോൾക്ക് 10,000 രൂപയുടെ കള്ളനോട്ടുകൾ കൈമാറിയത്. പുതിയ വീട് വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായാണ് പണം നൽകിയത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നും ഒരുമിച്ച് ഉപയോഗിക്കരുതെന്നും അജീഷ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കാർ മൂടുന്ന ടാർപോളിൻ വാങ്ങുന്നതിന് ജിഷ വീട്ടിലെത്തിയ ആളുടെ കൈവശം 4,000 രൂപ കൊടുത്തുവിടുകയായിരുന്നു. കേസിൽ ആകെ 10 പ്രതികളാണുള്ളത്. മിക്ക പ്രതികൾക്കും ഏറെ നാളായി കള്ളനോട്ട് ശൃംഖലയുമായി ബന്ധമുണ്ട്. ബംഗളൂരുവിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ചാണ് സംഘത്തിന് കള്ളനോട്ട് കൈമാറുന്നത്. 1 ലക്ഷം രൂപയുടെ യഥാർത്ഥ നോട്ട് കൊടുത്താൽ 3 ലക്ഷം രൂപയുടെ കള്ളനോട്ട് ലഭിക്കും. ചില അടയാളങ്ങൾ കൈമാറിയാണ് കൂടിക്കാഴ്ച. എന്നാൽ ഈ കള്ളനോട്ടുകൾ കൈമാറുന്നതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് പ്രതികളുടെ മൊഴി. അതുകൊണ്ട് തന്നെ എവിടെയാണ് ഈ നോട്ടുകൾ അച്ചടിച്ചതെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 ആലപ്പുഴ. 1.5 പതിറ്റാണ്ടിന് ശേഷം കൊച്ചിയിൽ ആഘോഷമായി ജൂതവിവാഹം. മട്ടാഞ്ചേരി സ്വദേശി റേച്ചലും US പൗരനായ റിച്ചാർഡ് സാക്കറിയോവുമാണ് ജൂതാചാരപ്രകാരം വിവാഹിതരായത്. ചടങ്ങിന് കാർമ്മികത്വം വഹിക്കാനുള്ള റബായിയെ ഇസ്രായേലിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചാണ് ചടങ്ങ് നടത്തിയത്. സ്വർണ്ണക്കാസയിൽ സൂക്ഷിച്ച മോതിരം പരസ്പരം അണിയിച്ച് റേച്ചലും റിച്ചാർഡും ഒന്നായി. കൊച്ചി കായലിന് സമീപം തയ്യാറാക്കിയ ചൂപ്പയിൽ പൂർണ്ണമായും ജൂത മതാചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ. ഇസ്രായേൽ ഭാഷയിലുള്ള കെത്തൂബ എന്ന വിവാഹ ഉടമ്പടി റബ്ബായി ഇരുവരെയും വായിച്ചു കേൾപ്പിച്ചു. ജീവിതാവസാനം വരെ പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കാമെന്ന് റബ്ബായി മുമ്പാകെ ഇരുവരും സത്യം ചെയ്തു. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജൂത മതാചാരപ്രകാരമുള്ള വിവാഹം കൊച്ചിയിൽ നടക്കുന്നത്. കേരളത്തിൽ ജൂതപ്പള്ളിക്ക് പുറത്ത് നടക്കുന്ന ആദ്യ വിവാഹമാണ് ഇത്. ചടങ്ങിന് നേതൃത്വം വഹിക്കാൻ പുരോഹിതൻ ഏരിയൽ സൈറനെ ഇസ്രായേലിൽ നിന്ന് എത്തിക്കുകയായിരുന്നു. There will be something short. The ceremony itself doesn't say it takes a long time, but the wedding is the whole evening. So the wedding itself, I think it's 20 minutes, half an hour, something like that, and then all the other. It's the purpose is to make the bride and the groom make them happy. So that's the thing, and so that they'll have a happy event. ക്രൈംബ്രാഞ്ച് മുൻ SP ബിനോയ് മലാഖിയുടെ മകൾ റേച്ചൽ US-ൽ ഡാറ്റാ സയന്റിസ്റ്റാണ്. US പൗരനായ റിച്ചാർഡ് നാസയിൽ സയന്റിസ്റ്റാണ്. വിരലിൽ എണ്ണാവുന്ന ജൂത കുടുംബങ്ങൾ മാത്രമാണ് മട്ടാഞ്ചേരിയിൽ ഇപ്പോഴുള്ളത്. മതപരമായ ചടങ്ങുകൾക്ക് കുറഞ്ഞത് 10 ജൂതരുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ കേരളത്തിൽ ആകെ 4 ജൂത വിവാഹങ്ങൾ മാത്രമാണ് നടന്നത്. ന്യൂസ് 18 കൊച്ചി. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി 12ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചിത്രപ്രദർശനം. തിരുവനന്തപുരം മോഡൽ സ്കൂൾ വിദ്യാർത്ഥിയായ അഭിഷേകാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. രക്ഷിതാക്കളും അധ്യാപകരും പരിചയക്കാരുമെല്ലാം അകമഴിഞ്ഞ പിന്തുണ നൽകിയതോടെ വലിയ ഉദ്യമത്തിലേക്ക് അഭിഷേക് ചുവടുവയ്ക്കുകയായിരുന്നു. 3 ദിവസത്തെ ചിത്രപ്രദർശനത്തിൽ ചിത്രങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിച്ചത് 30,000 രൂപ. RCCയിലെ നിർധന രോഗികൾക്ക് അഭിഷേക് വരച്ച ചിത്രങ്ങളിലൂടെ ലഭിച്ച തുക നൽകും. ഒരിക്കൽ വേദനിപ്പിക്കുന്ന കാഴ്ചയ്ക്ക് സാക്ഷിയായി അന്നെടുത്തതാണ് തീരുമാനം. വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ആദ്യമായിട്ടാണ്. അതും വിൽപ്പനയ്ക്ക് ഒരു തീം ഉണ്ടായിരുന്നു. 8ൽ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ എന്തെങ്കിലും സഹായിക്കണം, ചാരിറ്റീനെ സഹായിക്കണം. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്.
ചാരിറ്റിയിൽ ഒരിക്കലൊരു ഇത് ഫുഡ് കൊടുക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി കരയുന്നു. അതായത് 50 രൂപ പോലും വണ്ടി കാശ് കൊടുത്ത് വരാനില്ലാത്ത രീതിയിൽ. അപ്പോൾ അന്ന് തൊട്ടൊരു തീമായിരുന്നു ഇത്രയും പണം വലിച്ച് സെയിൽ ചെയ്ത് ആ ഫുൾ എമൗണ്ടും അസസ് ചെയ്ത് സഹായിക്കണമെന്നുള്ളത്. അക്രിലിക്, ജലഛായം, എണ്ണച്ചായം തുടങ്ങിയ വിവിധ മാധ്യമങ്ങൾ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്നു. സ്കാച്ച് ബോർഡ് എച്ചിങ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അതൊരു കാർഡിൻ്റെ പുറത്തൊരു ഗോൾഡൻ കോട്ടിങ്, അതിൻ്റെ പുറത്തൊരു ബ്ലാക്ക് കോട്ടിങ്. ആ കോട്ട് ചെയ്യുന്ന അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഈ ഗോൾഡൻ പ്രൊജക്റ്റ് ചെയ്യും. പക്ഷെ ഒരു ലൈൻ ഇട്ടാൽ നമുക്കത് മാറ്റാനോ ഒന്നിനും പറ്റത്തില്ല. തെറ്റിയാൽ അപ്പോൾ തീർന്നു. കൂടുതൽ എനിക്ക് അക്രിലിക്കാണ്, കാരണം ഇവിടെ കൂടുതലും അക്രിലിക്കാണ് ഞാൻ കൂടുതൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കംഫർട്ട് പെട്ടെന്ന് ചെയ്യാനും നമ്മളൊരു ആളെ കണ്ടാലും പെട്ടെന്ന് വരയ്ക്കാനും എല്ലാം എനിക്ക് അക്രിലിക്കാണ് കൂടുതൽ. കുട്ടിക്കാലം മുതൽ +2 വരെ വരച്ച ചിത്രങ്ങൾ പ്രദർശനത്തിന്റെ ഭാഗമായി. അച്ഛൻ നാഗരാജനും അപ്പൂപ്പൻ രാജഗോപാലൻ ആചാര്യയും ചിത്രകലാ അധ്യാപകരാണ്. അഭിഷേകിന് രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 8 തൊട്ട് +2 വരെ വരച്ചിരിക്കുന്ന പടങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. മുഴുവനും വെച്ചിട്ടില്ല. ഈ ഹാളിൽ വെക്കാൻ തക്ക പരിമിതിയിലാണ് എല്ലാം വെച്ചിട്ടുള്ളത്. എനിക്കില്ല, ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ കണ്ട ചിത്രകലയാണ്. കാരണം എൻ്റെ അപ്പൂപ്പൻ സാറായിരുന്നു, വല്യച്ഛൻ സാറായിരുന്നു, അച്ഛനും ഡ്രോയിങ് സാറാണ്. അപ്പോൾ ഞാൻ ജനിച്ചപ്പോഴേ 60 കാലം തൊട്ടേ വീട്ടിലും കുട്ടികൾ പഠിക്കുന്നതും വരയ്ക്കുന്നതൊക്കെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനും അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഇത് എല്ലാ പിന്തുണയുമായി അമ്മ ജയ നാഗരാജനും മകനൊപ്പമുണ്ട്. പ്രദർശനത്തിൽ മുഖ്യാതിഥിയായി മന്ത്രി വി ശിവൻകുട്ടി എത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. PT7 അരിക്കൊമ്പൻ ദൌത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജനായ ഡോക്ടർ അരുൺ സക്കറിയയ്ക്ക് ജന്മനാട്ടിൽ സ്വീകരണം നൽകി. സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്നാണ് മുക്കം മണാശ്ശേരിയിൽ ഡോക്ടർ അരുൺ സക്കറിയയ്ക്ക് സ്വീകരണം നൽകിയത്. നല്ലൊരു ടീം ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് തന്റെ വിജയത്തിന്റെ കാരണമെന്ന് അരുൺ സക്കറിയ പറഞ്ഞു. വന്യത കാടിറങ്ങുമ്പോൾ നാടിനൊരു കാവൽക്കാരൻ എന്ന പേരിലാണ് ഡോക്ടർ അരുൺ സക്കറിയയ്ക്ക് ജന്മനാട് സ്വീകരണമൊരുക്കിയത്. മുക്കം മണാശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ സഹപാഠികൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ തുടങ്ങി ഒരു നാടിന്റെ സ്നേഹം ഒത്തുചേർന്നു. ഡോക്ടർ അരുൺ സക്കറിയയുടെ ജീവിതയാത്ര പറയുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. മണാശ്ശേരിയുടെ ഗ്രാമീണ പശ്ചാത്തലം കരുത്തു നൽകിയെന്നും നാടിന്റെ സ്നേഹം ആവോളം ലഭിച്ചതിൽ സന്തോഷമെന്നും അരുൺ സക്കറിയ പറഞ്ഞു. മനുഷ്യനും കാട്ടുമൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായപ്പോൾ നല്ലൊരു ടീം ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് തന്റെ വിജയത്തിന് കാരണമെന്ന് അരുൺ സക്കറിയ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളിലെ ഞാനൊരു ടീം ലീഡർ ആയിട്ട് എന്തെങ്കിലും, ഞാനൊരു സർക്കാർ ജോലി ചെയ്യുന്നു, ഞാനൊരു ടീം ലീഡറായിരുന്നു, ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ഞാനൊക്കെ വന്ന സമയത്താണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, അത് മനുഷ്യനും വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംഘർഷം കൂടുന്നു, ഒരുപാട് രോഗങ്ങൾ വരുന്നു. അപ്പം അത് പഠിക്കാനും അതിനൊരു മുൻനിരയിൽ നിൽക്കാനും ഒരു ടീം ഉണ്ടാക്കാനും എനിക്ക് പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയായി. ന്യൂസ് 18 മുക്കം. കോതമംഗലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രവർത്തക സംഗമം കോതമംഗലം ടൗൺ UP സ്കൂളിൽ നടന്നു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി MR സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൃതി തത്സമയ കണ്ടെഴുത്ത് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു. പ്രസിഡന്റ് KO കുര്യാക്കോസ് അധ്യക്ഷനായി. സെക്രട്ടറി മനോജ് നാരായണൻ, CP മുഹമ്മദ്, BV കുഞ്ഞപ്പൻ, PM മുഹമ്മദ് അലി, PG വേണു, ജോർജ് മാത്യു, KM അന്നക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.